കേറി വാ. ഈ പോണ വെയിലത്ത് നിങ്ങൾ ഇത് എവിടെ പോയത്? ചന്തയിലെത്തിപ്പൂരെ മീൻ വാങ്ങിക്കാൻ പോയെന്നെ. ഇത്ര ഉള്ള 2 കണ്ണൻ കൊഴിയാളെ ഇട്ട് തന്ന് ഒരെണ്ണം കൂടി ഇട്ടുതരാൻ പറഞ്ഞപ്പോഴേ അവന്റെ കടല് മൊത്തത്തിൽ കരിഞ്ഞു പോയെന്ന്. അഴിക്ക ഇപ്പൊ ഉള്ള മീൻകാരന്മാരെല്ലാം അങ്ങനെ എന്നാമി. എന്നാൽ ഈ ചൂടത്ത് മാമി ഒറ്റയ്ക്ക് പറഞ്ഞ് വിട്ടല്ല പെണ്ണ്. കുനിഞ്ഞിട്ടൊരു കുപ്പ എടുക്കൂല. അവിടെ വല്ല വാടിപ്പോയാലാ. ഈ കാലും കടച്ചാണ്ടിയും വയ്യാത്ത ഞാൻ എല്ലായിടത്തും പോയി എല്ലാം മാറ്റോണ്ട് വരണം. മൂട്ടില് വെയിലടിക്കണവരെ കിടന്നുറങ്ങും. അമ്മ ഞാൻ സാറ്റ് കളിക്കാൻ പോയിട്ട് വരാമേ. നട്ടുച്ച നേരത്താണ് പെണ്ണിനെ സാറ്റ് കളിക്കാൻ വിടുന്നത് ഒറ്റയ്ക്ക്. നീയാണ് ഈ പെണ്ണിനെ വഷളാക്കണേ. പിടിക്കേ ഈ കിളവി എന്തിനാന്തോ ഇപ്പൊ ഇങ്ങോട്ട് തള്ളിക്കേറി വന്നത്? നെയ് ഇലക്ഷൻ ആവാറായി, നിങ്ങൾ അറിഞ്ഞ? എല്ലാം ഞാൻ അറിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഭരണം കേരളത്തിൽ കൂടെ വന്നാലേ ഇപ്രാവശ്യം അവരുടെ പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് കൊടുത്തേക്കണെന്ന് നിനക്കറിയാമോ? ഇല്ല, എന്തായിരുന്നേ? ഓരോ വർഷം തോറും 2 ഗ്യാസ് കുറ്റി ഫ്രീ. ഓണത്തിനും വിഷുവിനും. വനിതകൾക്ക് പ്രതിമാസം 2500 റീചാർജുള്ള ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്. ഒരു മാസം 20,000 ലിറ്റർ വെള്ളം ഒരു കുടുംബത്തിന് ഫ്രീ ആയിട്ട്. 20,000 ലിറ്റർ വെള്ളം. ഗൃഹനാഥർക്കും വിധവകൾക്കും 70 വയസ്സിന് മേളിലോട്ടുള്ള ആളുകൾക്കും 3000 രൂപ പെൻഷൻ കിട്ടും. ക്ഷേമ പെൻഷൻ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുമല്ലേ അമ്മി? പിന്നെ അല്ലാതെ. പിന്നെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ ഒരു അതിവേഗ ട്രെയിൻ വരും. അപ്പൊ ഇനി ജോലിക്കാർക്കൊക്കെ പെട്ടെന്ന് പോവാല്ല. യുവാക്കൾക്ക് ബിസിനസ് തുടങ്ങാൻ കുറഞ്ഞ പലിശയിൽ ലോണുകൾ കിട്ടും. വിഴിഞ്ഞം പദ്ധതി പറഞ്ഞോടെ എല്ലാവർക്കും ജോലികളും കിട്ടും. അതെന്തിനായാലും നല്ലതായി, പിള്ളേർക്കൊക്കെ ജോലികൾ കിട്ടുമല്ലോ. ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ പറയണ കേട്ടിങ്ങനെ തലയാട്ടി ഇങ്ങനെ നിന്നാ പോരാ. BJP അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ നടക്കും. മാറാത്തത് മാറും. കേരളം വളരും.